ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പാർലമെന്റ് അംഗങ്ങൾക്കായി പുതുതായി നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കർഷകർക്കുള്ള 3200 കോടിയിലധികം രൂപയുടെ വിള ഇൻഷുറൻസ് ക്ലെയിമുകൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് രാജസ്ഥാനിൽ വിതരണം ചെയ്യും. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സമുചിത വിള നിർണ്ണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേർന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ. ഏഷ്യൻ അണ്ടർ 19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 3 സ്വർണ്ണം ഉൾപ്പെടെ 14 മെഡലുകൾ. വാർത്തകൾ വിശദമായി. പാർലമെന്റ് അംഗങ്ങൾക്കായി പുതുതായി നിർമ്മിച്ച 184 ബഹുനില ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. എംപിമാരുടെയും ജീവനക്കാരുടെയും താമസത്തിനും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും സൌകര്യമൊരുക്കുന്ന ഫ്ളാറ്റുകളാണ് ബാബ ഖഡക് സിംഗ് മാർഗിൽ നിർമ്മിച്ചിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം സിന്ദൂർ വൃക്ഷത്തൈ നടുകയും പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അത്യാധുനിക സാങ്കേതിക വിദ്യയും മേക്ക് ഇൻ ഇന്ത്യ സംരംഭവും പ്രതിരോധ മേഖലയിൽ കൊണ്ടുവന്ന പുരോഗതി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് കാരണമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യയിൽ കൂടുതൽ സ്വാശ്രയത്വത്തിന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി സീറോ ഡിഫെക്ട് സീറോ ഇഫക്ട് എന്ന ഉൽപാദന രീതിക്ക് ഊന്നൽ നൽകുമെന്നും ബംഗളൂരുവിൽ ഒരു സമ്മേളനത്തിൽ വ്യക്തമാക്കി. ബംഗളൂരു ഇന്ത്യയ്ക്ക് ആഗോള IT ഭൂപടത്തിൽ സ്ഥാനം നേടിത്തന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. इमर्जिंग फील्ड्स है, हमें उनमें भी लीड लेने के लिए काम करना होगा. हमें मेक इन इंडिया में मैन्युफैक्चरिंग सेक्टर में भी बेंगलुरु और कर्नाटका की प्रेजेंस को और मजबूत करना. और मेरा आग्रह है हमारे प्रोडक्ट्स जीरो डिफेक्ट जीरो इफेक्ट के स्टैंडर्ड पर टॉप क्वालिटी के होने चाहिए. यानी बिना डिफेक्ट वाले प्रोडक्ट हो और उन्हें बनाने का नेगेटिव इफेक्ट पर्यावरण पर भी न पड़े. രാജസ്ഥാനിലെ ജുൻജുനുവിൽ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ 30 ലക്ഷത്തിലധികം കർഷകർക്ക് 3200 കോടിയിലധികം രൂപയുടെ വിള ഇൻഷുറൻസ് ക്ലെയിമുകൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും. മധ്യപ്രദേശിലെ റായ്സനിൽ 1800 കോടി രൂപ ചിലവിൽ സജ്ജമാക്കുന്ന റെയിൽ നിർമ്മാണശാലയുടെ ശിലാസ്ഥാപനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു. 60 ഹെക്ടറിലധികം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന BEML റെയിൽ ഹബ് 5000-ലധികം പേർക്ക് തൊഴിൽ നൽകും. വന്ദേ ഭാരത്, അമൃത് ഭാരത് മെട്രോ ട്രെയിനുകൾക്ക് ആവശ്യമായ അത്യാധുനിക കോച്ചുകൾ ഇവിടെ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. रेल कोच फैक्ट्री का शिलान्यास हुआ है. यहाँ रेल के डिब्बों का निर्माण तो होगा ही, साथ ही रेलवे के और भी अलग अलग प्रोडक्ट्स, रेलवे के अलग अलग और भी सारी सामान यहां पर बनाए जाएंगे. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിന് തെളിവുകൾ ആവശ്യപ്പെട്ട് കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു. സിഇഒയുടെ ഓഫീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഒരു വോട്ടർ 2 തവണ വോട്ട് രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടില്ലെന്ന് നോട്ടീസിൽ പറയുന്നു. കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വൻതോതിലുള്ള വോട്ട് മോഷണം നടന്നതായി ആരോപിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തെ തുടർന്നാണ് നടപടി. റഡാറുമായുള്ള ബന്ധത്തിൽ തകരാർ നേരിട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈ വിമാനത്താവളത്തിലിറക്കി. എയർ ഇന്ത്യ 2455 വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ ഡൽഹിയിലെത്തിച്ചു. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ, റോബർട്ട് ബ്രൂസ് എന്നീ 5 എംപിമാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിന് നാളെ വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30-ന് പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ഭൂവിനിയോഗ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നടത്തുന്ന സമുചിത വിള നിർണ്ണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടക്കും. തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണത്തിൽ മുൻ മന്ത്രി VS സുനിൽകുമാറിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് അയച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളനുസരിച്ച് സുതാര്യമായ രീതിയിലാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതെന്ന് ശ്രീ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കി.
79ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ആശയങ്ങൾ പങ്കിടാൻ രാജ്യത്തെ ജനങ്ങളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായാണ് ചിന്തകളും ആശയങ്ങളും ക്ഷണിച്ചത്. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനും സംയുക്തമായി ന്യൂഡൽഹിയിൽ 3 ദിവസത്തെ ചലച്ചിത്രമേള സംഘടിപ്പിക്കും. ഇന്ന് ആരംഭിക്കുന്ന ചലച്ചിത്രമേളയുടെ ആദ്യ പ്രദർശനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പങ്കെടുക്കും. സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുമുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗം ചേർന്നു. നിരവധി യൂറോപ്യൻ അംഗങ്ങൾ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത്. ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പദ്ധതിക്ക് വെള്ളിയാഴ്ച ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഏഷ്യൻ അണ്ടർ 19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 14 മെഡലുകൾ നേടി. 3 സ്വർണം, 7 വെള്ളി, 4 വെങ്കലം എന്നിവയുൾപ്പെടെയാണ് ഇന്ത്യയുടെ നേട്ടം. വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർമാർ 1ാം സ്ഥാനം നേടി. ഇന്ത്യൻ താരം നിഷ 54 കിലോഗ്രാം വിഭാഗത്തിലും മുസ്കാൻ 57 കിലോഗ്രാം വിഭാഗത്തിലും സ്വർണം നേടി. പുരുഷന്മാരുടെ ഫൈനലിൽ രാഹുൽ കുണ്ടുവും 75 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം സ്വന്തമാക്കി. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ നിഹാൽ സരിൻ വിജയം നേടി. അർജുൻ എർഗാസിയെയാണ് നിഹാൽ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ വൈശാലി രമേശ് ബാബുവിനെ GM അഭിമന്യു പുരാണിക് പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ അണ്ടർ 20 വനിതാ ഫുട്ബോൾ ടീം 2026 AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി. യാങ്കോണിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരായ മ്യാൻമറെ 1-0 തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യ യോഗ്യത നേടിയത്. 20 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. തായ്ലൻഡിലാണ് ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ നടക്കുക. ബീഹാറിലെ രാജ്ഗിറിൽ നടക്കുന്ന ഏഷ്യൻ റഗ്ബി എമിറേറ്റ്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ ഉസ്ബെക്കിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതാ താരങ്ങൾ വെങ്കല മെഡൽ നേടി. ആദ്യമായാണ് ഇന്ത്യൻ വനിതകൾ ഏഷ്യൻ റഗ്ബി എമിറേറ്റ്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്നത്. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായികതാരമായി രമേശ് ബുദിഹാൽ. പുരുഷന്മാരുടെ ഓപ്പൺ കാറ്റഗറിയിൽ രമേശ് ബുദിഹാൽ വെങ്കലം കരസ്ഥമാക്കി. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നടന്ന മത്സരത്തിൽ 12.6 പോയിന്റുമായാണ് അദ്ദേഹം 3ാം സ്ഥാനത്ത് എത്തിയത്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നതിനുള്ള ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. വിവിധ വകുപ്പുകളുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും സഹകരണത്തോടെ ആനകളെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തിരിച്ചയക്കുന്നതിന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും അടുത്ത 7 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 സംസ്ഥാനങ്ങളിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരകാശി ജില്ലയിലെ ധരാലി പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങളും അവശ്യവസ്തുക്കളും എത്തിക്കുന്നതിനൊപ്പം കുടുങ്ങിക്കിടക്കുന്നവരെ വിമാനമാർഗം രക്ഷിക്കുന്നുണ്ടെന്നും ഉത്തരാഖണ്ഡ് പോലീസ് പറഞ്ഞു. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ ക്വാർദൂൾ പ്രദേശത്ത് സുരക്ഷാ സേനയും പാകിസ്ഥാൻ ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 പാകിസ്ഥാൻ ഭീകരർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇന്നലെ ആരംഭിച്ച ഏറ്റുമുട്ടൽ തുടരുകയാണ്. പടിഞ്ഞാറൻ തുർക്കിയയിലെ സിൻദിർഗിയിൽ ഇന്നലെ രാത്രിയോടെ ഭൂചലനം അനുഭവപ്പെട്ടു. 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും ജീവൻ നഷ്ടപ്പെട്ടതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദുരന്ത നിവാരണ സേന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നതായി തുർക്കിയെ ആഭ്യന്തരമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള IIST അക്കാദമിക സ്ഥാപനം മാത്രമല്ലെന്നും മികച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും വാർത്തെടുക്കുന്ന അതുല്യമായ ഒന്നാണെന്നും ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. തിരുവനന്തപുരം വല്യമല IISTയുടെ 13ാമത് ബിരുദദാന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 40,000-ലധികം ഇടങ്ങളിലായി 7 ലക്ഷത്തിലധികം പേരിലേക്ക് ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ പ്രചരിപ്പിക്കുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഡൽഹിയിൽ നടന്ന സൺഡേ സോൺ സൈക്കിൾ ഫിറ്റ് ഇന്ത്യ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെയും ഓഹരി വിപണിയുടെയും വളർച്ചയെ മന്ദഗതിയിലാക്കുമെന്ന് പഠനം. ഉയർന്ന ചുങ്കം അടിയന്തരമായി പ്രതിസന്ധി സൃഷ്ടിച്ചില്ലെങ്കിലും കാലക്രമേണ ഉപഭോക്താക്കളെ സമ്മർദ്ദത്തിലാക്കുകയും വിപണികളെ പ്രതിസന്ധിയിൽ എത്തിക്കുകയും ചെയ്യുമെന്ന് വൺ വേൾഡ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് അംഗങ്ങൾക്കായി പുതുതായി നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കർഷകർക്കുള്ള 3200 കോടിയിലധികം രൂപയുടെ വിള ഇൻഷുറൻസ് ക്ലെയിമുകൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് രാജസ്ഥാനിൽ വിതരണം ചെയ്യും. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സമുചിത വിള നിർണ്ണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേർന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ. ഏഷ്യൻ അണ്ടർ 19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 3 സ്വർണം ഉൾപ്പെടെ 14 മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.